ഈശംശായിരിക്കട്ടെ. കഴിഞ്ഞ ഇതിൻ്റെ തുടർച്ചയായിട്ട് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള ആ പ്രാർത്ഥനയെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ഈ ഭാഗത്തും ധ്യാനിക്കുന്നത്. പക്ഷെ ഒരു വ്യത്യാസമുള്ളത്, ഉദ്യതനായ കർത്താവിൻ്റെ കൂടെയുള്ള ആ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ഇതുവരെ മനുഷ്യനായ ഈശോയുടെ കൂടെ, ഗുരുവായ ഈശോയുടെ കൂടെയുള്ള പ്രാർത്ഥനയാണെങ്കിൽ, ഉദ്യതനായ കർത്താവിൻ്റെ കൂടെയുള്ള ആ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ആ പ്രാർത്ഥന, ഇവിടെ തലങ്ങളും വ്യത്യസ്തമാവുകയാണ്. നമുക്കറിയാം, കർത്താവ് ഉയർത്തതിന് ശേഷം 40 ദിവസം ഈ ലോകത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ നമ്മളെ തയ്യാറാക്കുവാനും, നമ്മൾക്ക് പ്രത്യാശ കൊണ്ട് നിറയ്ക്കുവാനും, മനസ്സിടിഞ്ഞവരെ ശക്തിപ്പെടുത്തുവാനും, അതുപോലെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനും, എന്നെ ഇനി ഒന്നിനും തോൽപ്പിക്കാൻ പറ്റില്ല, മരണത്തെയും പാപത്തെയും എല്ലാം ഞാൻ കീഴടക്കി. എങ്കിലും ശിഷ്യർക്ക് ഈശോയോടുള്ള ആ മനോഭാവത്തിൽ മാറ്റങ്ങൾ വരികയാണ്. ഇതുവരെ ഇന്ദ്രിയങ്ങൾ കൂടി കണ്ടുകൊണ്ടിരുന്ന ഗുരുവായിട്ടുള്ള, തങ്ങളുടെ കൂടെ തന്നെ നടന്നിരുന്ന ആ ഈശോ, അവൻ ഇപ്പോൾ വ്യത്യസ്തനാകുകയാണ്. അവൻ്റെ മഹത്വം കൂടുതൽ വെളിപ്പെട്ട് കിട്ടുകയാണ്. ഈ അവസരത്തിൽ ഈശോ പറയുന്നുണ്ട്, ഇതുവരെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം, ഈ കാര്യമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇനിയും ആ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിട്ട്, സ്വന്തം മക്കളായിട്ട്, അതിലേക്കുള്ളൊരു വിളിയായിട്ടാണ് ഈശോ പറയുന്നത്. ശിഷ്യരിലും മാറ്റങ്ങൾ ധാരാളം വന്നിട്ടുണ്ട്. അവരിപ്പോൾ എടുത്തിയാട്ടക്കാരല്ല, നിർബന്ധ ബുദ്ധിക്കാരല്ല, ഒന്നിനും ഒരു പിടിവാശിയുമില്ല. അവർ കൂടുതൽ മിതത്വത്തിലേക്ക്, മൗനത്തിലേക്ക് എല്ലാം പ്രവേശിക്കുകയാണ്. അവരുടെ കൂടെയാണ് ഈശോ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ഏറ്റുചൊല്ലുന്നത്. അപ്പോൾ അവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ കഴിഞ്ഞ കാലമല്ല, ഇനിയുള്ള ജീവിതം കൊണ്ട് നിങ്ങൾ സാക്ഷ്യം കൊടുക്കുക. നമ്മൾ ആ പശ്ചാത്താപത്തിൻ്റെ കൃപ, അത് ഇനിയുള്ള ജീവിതം, അതുകൊണ്ട് നമ്മൾ ഉത്തരം കൊടുക്കുക. അങ്ങനെ കർത്താവ് ശിഷ്യന്മാരോട് കൂടി ഒന്നിച്ച് ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ ശിഷ്യരെല്ലാവരും കമിഴ്ന്ന് വീണ് കരഞ്ഞ്, ഒരുപക്ഷെ ആ രൂപാന്തരീകരണത്തിൻ്റെ മലയിലേക്ക് കയറിയ ആ അനുഭവം അന്നും കർത്താവ് കാണിച്ചത് തൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ഒരു പ്രതീകമായിട്ടായിരുന്നു. ഇന്നും ശിഷ്യരെ, പ്രത്യേകിച്ച് അവിടെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ എന്നുള്ള പ്രാർത്ഥന അവർ ഹൃദയത്തിൽ നിന്ന് പത്രോസിനെ പോലുള്ളവർ പറയുകയാണ്. ആരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ തള്ളിപ്പറയില്ല. ഈശോയുടെ പറയുന്നു, എന്നിൽ ആശ്രയിക്കാതിരിക്കുവാൻ, നിന്നിൽ മാത്രം ആശ്രയിക്കുവാൻ, ദൈവത്തിൽ മാത്രം ആശ്രയിക്കുവാൻ, അതിനുള്ള ശക്തിയും അതിനുള്ള കാഴ്ചപ്പാടും ഞങ്ങൾക്ക് തരണമേ. അങ്ങനെ ഈ പ്രാർത്ഥനയിൽ കൂടി കർത്താവ് അവരെ പുണ്യങ്ങളിലേക്ക് നയിക്കുകയാണ്. ആ ദൈവിക പുണ്യങ്ങളായ സ്നേഹവും വിശ്വാസവും പ്രത്യാശയും മാത്രമല്ല, അവരിൽ അനുസരണവും, അങ്ങനെ എളിമയും എല്ലാം കൂടുതൽ കൂടുതൽ വളരുവാൻ അവരെ ശക്തിപ്പെടുത്തുന്നു. അവർക്ക് ആ അനുഭവം അവരുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ
ശക്തിയാവുന്നു. ഈശോ അവരെ അനുഗ്രഹിച്ചതിന് ശേഷം അവിടുന്ന് അപ്രത്യക്ഷനാകുന്നു. നമ്മൾ ഇതിനു മുമ്പ് കണ്ടത് ആ ദർശനം 626 ഭാഗമായിരുന്നു. ഇനി നമ്മൾ കാണുന്നത് 627 ഭാഗത്തിലേക്ക് അവിടെ ജോണാണ് നയിക്കുന്നത്. കാരണം അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ഈശോ നടന്ന ആ വഴികളിൽ കൂടി തന്നെ. പക്ഷേ ശിഷ്യന്മാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു. പ്രത്യേകിച്ച് പ്രായമുള്ളവർക്കൊക്കെ ആ ചൂട്, ആ കയറ്റം, ആ ബുദ്ധിമുട്ടുകൾ, അവർക്ക് ശ്വാസം മുട്ടുന്ന അനുഭവം. അപ്പോൾ ജോൺ പറയുകയാണ്, ഈശോ കുരിശുമെടുത്ത് ഇതിലും ചൂടുള്ള ആ ബുദ്ധിമുട്ടുള്ള അവസരത്തിൽ കടന്നു പോയത് നമ്മൾക്ക് അത് കുരിശില്ലാതെ നടക്കുവാൻ പോലും പ്രയാസം. അങ്ങനെ ജോണ് ഈശോയുടെ ഓരോ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം വളരെ സൂക്ഷ്മമായി വിവരിച്ചുകൊണ്ടാണ് പോകുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈശോയെ ആ കുരിശിൽ കൈകൾ ആണി അടിക്കുമ്പോൾ ഈശോ ആദ്യം ഒന്ന് വലിയ ശബ്ദത്തിൽ കരഞ്ഞു. അപ്പോൾ ഈശോയ്ക്ക് മനസ്സിലാവുകയാണ്, അമ്മ കൂടെയുണ്ട്, ശിഷ്യർ കൂടെയുണ്ട്, എൻ്റെ കരച്ചിൽ അവരെ വേദനിപ്പിക്കാൻ പാടില്ല. ഈശോ ആ കരച്ചിൽ ഉള്ളിൽ ഒതുക്കുകയാണ്. ഇതുപോലുള്ള വിശദീകരണങ്ങളൊക്കെ ജോൺ ആത്മാവിൽ നിന്ന് പറയുമ്പോൾ ശിഷ്യര് ഏറ്റുചൊല്ലുകയാണ്, ഞങ്ങൾ അവൻ്റെ കൂടെ, അവൻ്റെ മഹത്വത്തിൽ, അവൻ്റെ സ്നേഹത്തിൽ പങ്കാളികളായത് മാത്രമേ ചെയ്തുള്ളൂ. അവൻ്റെ സഹനത്തിൽ, അവൻ്റെ ബുദ്ധിമുട്ടിലായിരുന്നു ഞങ്ങൾ കൂടുതലും അവനോട് കൂടെ ആകേണ്ടത്. അത് കൃപയുടെ സമയമായിരുന്നു. അപ്പോൾ ഈശോ പറയുന്ന ഇതാണ്, നിങ്ങൾ ഇതുവരെയുള്ളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, ഇനിയുള്ളതിനെക്കുറിച്ച് മാത്രം. ആ പ്രലോഭനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈശോ പറയുന്നത്, പ്രലോഭനങ്ങൾ വന്നു എന്നുള്ളതല്ല, പ്രലോഭനങ്ങളെ അതിജീവിക്കുന്ന അതിനാണ് സ്വർഗത്തിൽ സമ്മാനം. ഓരോ അനുഗ്രഹീത ആത്മാക്കൾക്കും ദൈവം തരുന്ന സമ്മാനം അവരുടെ പ്രലോഭനങ്ങളെ നേരിടുന്നതിലുള്ള അവരുടെ വിജയത്തിൻ്റെ ആ രത്നങ്ങൾ ചൂടുന്നതനുസരിച്ചാണ്. നമുക്ക് ഈശോയോട് കൂടി പ്രാർത്ഥിക്കാം. ഈശോ അവരുടെ കൂടെ വരികയാണ്. അവരുടെ കൂടെ വന്ന് ഈ സമയം യോഹന്നാൻ വളരെ സ്പഷ്ടമായി ഏറ്റുപറയുകയാണ്, നമുക്ക് ഇന്ന് ഈ സമയം ഒരു ശപഥം ചെയ്യാം. ആ ശപഥം ഇതാണ്, ഇതുവരെ ഉള്ള ജീവിതമല്ല. കർത്താവ് നമുക്ക് വേണ്ടി കുരിശും മരണവും എല്ലാം സ്വീകരിച്ചു. അവൻ്റെ പിൻഗാമികളായ നമ്മളും കുരിശും മരണവും, അങ്ങനെ ത്യാഗത്തിൻ്റെ ഒരു ജീവിതം. ജോൺ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ പ്രായക്കാരനാണ്. പക്ഷെ അവൻ്റെ മഹത്വം അവിടെ പ്രകടിപ്പിക്കുകയാണ്. അവൻ ശോഭിതനായി മാറുന്നു. അവൻ്റെ ശബ്ദത്തിനെ ചെറുത്തു നിൽക്കുവാൻ മറ്റ് 10 പേർക്കും കഴിയാതെ വരുന്നു. അവരൊന്നിച്ചു നിന്ന് ശപഥം ചെയ്യുന്നു, ഇനിയുള്ള ജീവിതം പിതാവിനോട് ഐക്യപ്പെട്ട പുത്രനെ പോലെ ഈശോയോട് ഐക്യപ്പെട്ട് അങ്ങനെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനുള്ള കൃപ നമുക്കും പ്രാർത്ഥിക്കാം. ആ യോഹന്നാനെ പോലെ, ആ യോഹന്നാൻ കണ്ട ഈശോയുടെ മഹത്വം, ആ മഹത്വത്തിൽ പങ്കാളികളാകുവാൻ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾക്ക് വേണ്ടി നമ്മളെ ഒരുക്കുന്ന ഓരോ സമയങ്ങളും വേണ്ടപോലെ ഉപയോഗിക്കുവാൻ ഇതിനെല്ലാം കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.